നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ആത്മഹത്യാ നിരക്ക് കുതിച്ചുയർന്നതായി കണക്കുകൾ. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുപ്രകാരം ആത്മഹത്യ ചെയ്തവരിൽ അധികവും പുരുഷന്മാർ. അമിതമായ മാനസിക സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുവെന്ന് റിപ്പോർട്ട്. നോർത്തേൺ അയർലൻഡിൽ വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. സൗത്ത് പോർട്ടിലെ 3 സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മരണവുമായി ബന്ധപ്പെട്ട കലാപമുണ്ടാകുന്നതിന് മുൻപുള്ള കണക്കുകളാണ് പുറത്തുവന്നത്. റിപ്പോർട്ട് പുറത്തുവിട്ടത് PSNI. തൊഴിൽ തട്ടിപ്പിനിരയായി ലാവോസിൽ കുടുങ്ങിയ 47 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം. ബോക്കിയോ പ്രവിശ്യയിലെ ഗോൾഡൻ ട്രയാങ്കിൾ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ തൊഴിൽ തട്ടിപ്പിൽ കുടുങ്ങിയവരെയാണ് തിരിച്ചെത്തിച്ചത്. തട്ടിപ്പിനിരയായി നാട്ടിൽ തിരിച്ചെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 635 ആയി. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ MLA. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിക്കുന്നുവെന്നും മന്ത്രിമാരുടെ ഫോൺ കോൾ അടക്കം ADGP ചോർത്തുന്നുവെന്നും അൻവർ MLA പറഞ്ഞു. കൊച്ചിയിൽ താരസംഘടന അമ്മയുടെ ഓഫീസിൽ പരിശോധന നടത്തി പോലീസ്. ലൈംഗികാതിക്രമ കേസിൽ ഉൾപ്പെട്ട നടന്മാരായ ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. നടൻ മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരിയിലും കേസ്. വടക്കാഞ്ചേരിക്ക് അടുത്ത ഹോട്ടലിൽ വെച്ച മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന നടി. തനിക്കെതിരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളെന്ന നടൻ ജയസൂര്യ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും നടൻ മുകേഷിന് ജാമ്യം നൽകരുതെന്ന പോലീസ്. മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ്. നടൻ സിദ്ദീഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സർക്കാർ രൂപീകരിക്കുന്ന സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കില്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ B ഉണ്ണികൃഷ്ണൻ. തനിക്കെതിരെ പരാതി നൽകാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ. അതേസമയം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഹെയർ സ്റ്റൈലിസ്റ്റായ പരാതിക്കാരി രംഗത്ത്. ദുരനുഭവം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതിന് ഭാഗ്യലക്ഷ്മി തന്നെ ശാസിച്ചെന്ന് തൃശൂർ സ്വദേശിയുടെ പരാതി. ആരോപണം നിഷേധിച്ച ഭാഗ്യലക്ഷ്മി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കോടതികൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നീക്കത്തിനെതിരെ കേന്ദ്രം. മമതയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച വനിതാ ശിശുക്ഷേമ മന്ത്രി അന്നപൂർണ ദേവി പ്രതികൾക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ കടുത്ത ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും സംസ്ഥാനത്തെ 48,600 കേസുകളിൽ മമതാ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും കേന്ദ്രമന്ത്രി. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 5ാം മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ SH1 ഇനത്തിൽ റുബീന ഫ്രാൻസിസ് വെങ്കലം നേടി. പാരാലിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിൽ ഇന്ത്യ നേടുന്ന 4ാം മെഡലാണ് ഇത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.